എല്ലാവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലോകം വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ വൈരുദ്ധ്യങ്ങൾ അതിര് കടന്നാൽ നമ്മൾ പോലും ചിലപ്പോൾ ഞെട്ടിപ്പോകും. എന്തിനാണ് നിങ്ങൾ ഈ ലോകാത്ഭുതങ്ങൾ കാണാൻ വേണ്ടി ലോകം മുഴുവൻ വിമാന ടിക്കറ്റും ഒക്കെ എടുത്ത് ഇങ്ങനെ ഓടി നടക്കുന്നത്? അത് കാണാൻ മിഡിൽ ഈസ്റ്റ് മുതൽ അമേരിക്ക വരെയുള്ള രാഷ്ട്രീയം ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതിയാവും. അത്തരമൊരു മഹാത്ഭുതമാണ് ഇപ്പോൾ അമേരിക്കയുടെ തലസ്ഥാനത്ത് വൈറ്റ് ഹൗസിലെ കുളിർമയിൽ അതിഥിയായിട്ടുള്ളത്. ചങ്ങാതിയുടെ പേര് അഹമ്മദ് അൽ ഷാര. ഇന്ന് വരെ സിറിയയുടെ പ്രസിഡന്റാണ്. ഇന്ന് വരെ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് നാളെ ഇവരൊക്കെ ആരാണെന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. മഴ വരാൻ തെളിഞ്ഞ മാനത്ത് കാർമേഘം വന്ന് മൂടുന്നത് പോലെ പെട്ടെന്ന് ഇവരുടെയൊക്കെ രൂപത്തിലും സ്വഭാവത്തിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. സിറിയൻ പ്രസിഡന്റായ അഹമ്മദ് അൽ ഷാരയുടെ സന്ദർശനം ലോകം മുഴുവനുള്ള മീഡിയകൾ വളരെ അത്ഭുതത്തോടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് കാരണം ഇതേ അഹമ്മദ് ഷാരയുടെ തലയ്ക്ക് അമേരിക്ക $10 മില്യൺ വിലയിട്ടിരുന്നതാണ്. ആ മുതലിനെ വരവേൽക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഇപ്പോൾ ചുവന്ന പരവതാനി വിരിച്ചിരിക്കുന്നത് എന്നോർക്കണം. ഈ അഹമ്മദ് ഷാരയാണ് ഇപ്പോൾ ട്രംപിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതി, മനം കവർന്ന സുഹൃത്ത് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ വളരുന്നത് ലോകനാശത്തിന് കാരണമായേക്കാവുന്ന ഒരു മനസ്സ് ട്രംപിന്റെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ്. ഇത് ലോകം കണ്ട ഏറ്റവും അപകടകരമായ ഒരു ചൂതുകളിയുടെ കൂട്ടുകെട്ട് എന്നാണ് പല പത്രങ്ങളും ഇക്കാര്യത്തെ വിശേഷിപ്പിക്കുന്നത്. ഷാരയുടെ സിറിയൻ സാമ്രാജ്യത്തിന് ട്രംപ് അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ്. സിറിയയുടെ മേലുള്ള സകല ഉപരോധവുമാണ് ഇപ്പോൾ ട്രംപ് എടുത്തു കളഞ്ഞിട്ടുള്ളത്. ഇനി കണ്ടെയ്നർ കണക്കിന് ഡോളർ സിറിയയിലേക്ക് തള്ളി സിറിയയെ ഒരു സ്വർഗരാജ്യമാക്കാൻ വേണ്ടി ട്രംപ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ അനുഗ്രഹം ഷാരയെ പോലും കണ്ണ് തള്ളിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. പൊതുവെ ഈ ഷാരയുടെ മുഖത്ത് ഒരു ഇളിഭ്യതയും സംശയമെല്ലാം കൂടിക്കലർന്ന ഒരു നിശബ്ദ ഭാവമാണുള്ളത്. അമേരിക്കയിൽ പുള്ളിക്ക് കിട്ടിയ സ്വീകരണവും ട്രംപിനെ പോലുള്ള ചർച്ചയും ഒക്കെ ആയപ്പോൾ ഈ ഭാവം ഇപ്പം വർദ്ധിച്ചിരിക്കുകയാണ്. ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ ഇയാൾ ചെയ്യുന്നത് എന്ന് ഈ ഷാരയ്ക്ക് പോലും പിടികിട്ടുന്നില്ല. ഈ ഷാരയുടെ തോളിൽ ട്രംപ് കൈയിടുന്നു, അയാളുമായിട്ട് ചർച്ച നടത്തുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രതിരോധ വകുപ്പായ പെന്റഗണിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഈ ഷാര വോളിബോൾ കളിക്കുന്ന ചിത്രങ്ങളുമൊക്കെ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഈ ഷാര തന്നെയാണ് യാത്രയ്ക്ക് മുമ്പ് പുറത്തുവിട്ടത്. അത്രയധികം ഗാഠമായ ബന്ധമാണ് ഇവർ തമ്മിൽ ഇപ്പോഴും ഉള്ളതെന്ന് ഓർക്കണം. 2-4 ദിനം കൊണ്ടൊരുത്തനെ അമേരിക്കയിൽ എത്തിക്കുന്നതും ഭവാൻ, മാളിക മുകളിൽ ഇരുന്ന അസദിനെ റഷ്യയിൽ എത്തിക്കുന്നതും ഭവാൻ എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ട്രംപ് ഒരു ഭ്രാന്തനെ പോലെ ആരെ പാടിക്കണം ആരെ ഓടിക്കണം എന്നറിയാത്ത ഒരു ഗാംബ്ലിംഗുകാരനായതുകൊണ്ടാണ്. ഇറാന്റെ വളർച്ചാ ഭയം ട്രംപിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നോർക്കണം. അതുകൊണ്ട് ഇറാനെയും മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ പ്രോക്സികളെയും തളയ്ക്കാൻ അയാൾ ഏത് ഷാരയുമായും കൂട്ടുകൂടും ഒരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഷാരയുടെ അമേരിക്കൻ സന്ദർശനം ഇസ്രായേൽ അടക്കമുള്ള അമേരിക്കൻ സഖ്യകക്ഷികളെ എങ്ങനെ സ്വാധീനിക്കും എന്നതാണ് പ്രധാന ചോദ്യം. വളരെ നാളത്തെ ശത്രുതയ്ക്ക് ശേഷം അമേരിക്ക ഗാംബ്ലിംഗ് കളിക്കാൻ നിർബന്ധിതമായത് എന്തുകൊണ്ടാണ്? മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള നിർണായകമായ രഹസ്യ അജണ്ടകളും അവയിലെ അപകട സാധ്യതകളുമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിൽ പ്രധാനം ഈയിടെ റഷ്യൻ പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തി. അത് സിറിയയിൽ റഷ്യൻ താവളങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ ഷാരയുമായി ഗാഢബന്ധം റഷ്യ സ്ഥാപിക്കുന്നു എന്ന ഒരു പ്രസ്താവനയാണ്. ഈ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ട്രംപ് പെട്ടെന്ന് തന്നെ ഷാരയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചത്. അല്ലാതെ അയാളെ ഒരിക്കലും അമേരിക്കയിലൊന്നും ഈ ട്രംപ് കയറ്റില്ല. എന്നാൽ ഈ റഷ്യ, ചൈന, ഇറാൻ കൂട്ടുകെട്ട് മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ വളരുന്നത് കൊണ്ട് ട്രംപിനെ സംബന്ധിച്ച് ഈ മിഡിൽ ഈസ്റ്റിൽ ഷാരയെ പോലുള്ള ഒരു പഴയ ISISകാരനെ ട്രംപിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് സിറിയയ്ക്ക് ഇത്രയധികം ഇളവുകൾ നൽകി ഈ ഷാരയെ ഇവർ സംരക്ഷിക്കുന്നത്. എൻ്റെ ലക്ഷ്യം ഇറാനെതിരെ ഷാരയെ കരിവാക്കി ഇറാന്റെ അച്ചുതണ്ട് തകർക്കുക എന്നുള്ളതാണ്. ട്രംപ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഷാരയുടെ ഭരണകൂടം ഇറാനോടുള്ള വിരോധം പരസ്യമാക്കി തുടങ്ങിയതോടെയാണ്. ഷാരയുമായിട്ടുള്ള ഈ ബന്ധം ഇറാനും ലെബനോനുമിടയിൽ ഒരു പ്രധാന വിടവ് ഉണ്ടാക്കാനുള്ള അവസരമാണ് എന്ന തിരിച്ചറിവാണ് അമേരിക്കയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ വിടവുണ്ടാക്കുന്നതിലൂടെ ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ ഭീഷണികളെ തടയാമെന്നും ട്രംപ് കണക്ക് കൂട്ടുന്നുണ്ട്. ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം ഇറാനും ലെബനോനും തമ്മിൽ ഉള്ള ബന്ധത്തിനിടയിൽ സിറിയ ഇങ്ങനെ വിലങ്ങുതടിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ലെബനോനിലെ ഹിസ്ബുള്ളയ്ക്ക് ഇറാനിൽ നിന്നും ഈ ആയുധങ്ങൾ എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ആയുധമില്ലാത്തത് കൊണ്ട് ഇസ്രായേലിന് നേരെയുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം തടസ്സപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ മുഴുവൻ ആയുധങ്ങൾ എത്താത്തതുകൊണ്ടാണ് ഹിസ്ബുള്ള നിലവിൽ ഇസ്രായേലിനെ ആക്രമിക്കാത്തത്. അതല്ലെങ്കിൽ ഇസ്രായേലിനെ പണ്ടേ ആക്രമിക്കേണ്ട സമയം കഴിഞ്ഞു. അവർക്ക് വൻതോതിൽ ആയുധങ്ങൾ ഇനിയും വന്ന് എത്തിച്ചേരേണ്ടതുണ്ട്. ഒരുപാടുണ്ട് ഈ ഹിസ്ബുള്ളയുടെ കയ്യിൽ. എങ്കിൽ തന്നെയും ഒരു യുദ്ധം ആരംഭിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ആയുധങ്ങൾ കൃത്യമായിട്ട് അവരുടെ കയ്യിൽ എത്താനുള്ള ഒരു ഇടനാഴി ഉണ്ടാവണം. അതിപ്പോൾ ഈ ഷാര ഇങ്ങനെ നിൽക്കുന്ന കാരണം
വിശ്വസിക്കാൻ കഴിയില്ല. ഈ സമയത്ത് ഇയാൾ കാര്യം മാറിക്കഴിഞ്ഞാൽ ഈ ആയുധങ്ങൾ ഹിസ്ബുള്ളയിലേക്ക് എത്തില്ല. അതുകൊണ്ടാണ് നിലവിൽ ഹിസ്ബുള്ള ഇസ്രായേലിനെ അടിക്കാത്തത്, അല്ലെ പണ്ടേ അടിച്ചാനെ. എന്നാൽ ഷാരയെ സംബന്ധിച്ച് ഷാര ഇപ്പോൾ ഈ അമേരിക്കയോട് കാണിക്കുന്ന സ്നേഹം അയാളുടെ ഒരു തന്ത്രം മാത്രം ആണ് എന്ന് സംശയിക്കുന്നവരുണ്ട്. അമേരിക്കയിൽ നിന്ന് ആയുധവും പണമൊക്കെ നേടി തന്റെ സൈന്യത്തെ ശക്തമാക്കിയ ശേഷം ഷാര പിന്നെ ഇറാനുമായി രഹസ്യബന്ധം സ്ഥാപിച്ചാൽ അമേരിക്കയുടെ നീക്കം സ്വയം ഒരു കുഴി കുഴിച്ചതായിട്ടാവും മാറുക. പിന്നെ അമേരിക്കയുടെ മറ്റൊരു ലക്ഷ്യം അമേരിക്കൻ സഹായത്തോടെ ഇറാഖിലും സിറിയയിലും കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരുന്ന IS-നെ ഇനി സിറിയൻ മണ്ണിൽ ആവശ്യമില്ലാത്തത് കൊണ്ട് ആ വേരുകൾ അറുത്തുമാറ്റാൻ ഷാരയുടെ സൈന്യത്തിന്റെ സഹകരണം ഇപ്പോൾ അമേരിക്കയ്ക്ക് ആവശ്യമാണ്. എന്നാൽ ഇത് അത്ര എളുപ്പമാണെന്ന് ആരും വിശ്വസിക്കേണ്ടതില്ല. തന്റെ പഴയ കമ്പനിയായ IS-നെ സിറിയയിൽ നിന്നും പറിച്ചു മാറ്റാൻ ഷാര ശ്രമിച്ചാൽ ഈ IS-ന് സഹായം നൽകാൻ ഇറാനോ റഷ്യയൊക്കെ തയ്യാറായേക്കാം. കാരണം ഇറാനെ സംബന്ധിച്ച് സിറിയ വളരെ പ്രധാനപ്പെട്ട ഇടനാഴിയാണല്ലോ. അപ്പോൾ IS-ന് സഹായം ഇറാന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇടനാഴിയിലൂടെ കൃത്യമായ ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഷാര ഈ IS-നെ തകർക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും ഇറാൻ ആ സംഘടനയെ സംരക്ഷിക്കുമെന്നുള്ളതാണ്. കാരണം ഇവരെല്ലാം ഭീകരന്മാരാണല്ലോ. അതുകൊണ്ട് അവിടെ നീതിന്യായം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. തന്നെയുമല്ല, അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഷാരയെ തട്ടിക്കളയാൻ പോലും ഇറാന് കഴിയുമെന്നുള്ളതാണ്. ഷാരയെ സംബന്ധിച്ച് അമേരിക്കൻ സന്ദർശനം ഇപ്പോൾ വളരെ പ്രധാനമാണ്. ഇസ്രായേൽ നിരന്തരം സിറിയയിൽ ആക്രമണം നടത്തുന്നത് തടയാൻ ഈ സന്ദർശനം ഫലപ്രദമായി ഉപയോഗിക്കാനാണ് ഷാര ഇപ്പോഴത്തെ ശ്രമം നടക്കുന്നത്. കൂടാതെ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിലൂടെ അന്താരാഷ്ട്ര സഖ്യത്തിൽ ചേരാനും സിറിയൻ ഭരണകൂടത്തിന് UN സൈനിക പരിശീലനങ്ങളും ആയുധങ്ങളുമൊക്കെ ലഭിക്കാൻ വളരെ എളുപ്പം കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് അയാൾ ചിരിക്കാതെയും ഒന്നും മിണ്ടാതെയൊക്കെ ഈ ട്രംപിൻ്റെ ഒപ്പം അങ്ങനെ നിൽക്കുന്നത്. കാരണം എല്ലാം അമേരിക്കയിൽ നിന്ന് നേടിയെടുക്കാം എന്നൊരിതാണ്. ട്രംപ് ഒരു മണ്ടറാന്നായിരിക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. അപ്പം കിട്ടുന്നതെല്ലാം ഇങ്ങനെ സിറിയയ്ക്ക് കൊണ്ടുവന്ന് എല്ലാം സെറ്റാക്കി ആയുധവും കാശും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഊരും പോലെ പെരുമാറാമല്ലോ. അതായിരിക്കും ഷാര ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഷാരയെ പോലെ മുൻ തീവ്രവാദ ബന്ധമുള്ള ഒരാളെ ഒരു സുരക്ഷാ പങ്കാളിയാക്കുന്നത് ധാർമ്മികമായി ശരിയാണോ എന്നാണ് പെൻറ്റഗണിലെ പല ഉദ്യോഗസ്ഥരും ചോദിക്കുന്നത്. ഷാരയുടെ നിയന്ത്രണത്തിലുള്ള സൈന്യം സിറിയയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുകയോ അതല്ലെങ്കിൽ US കൊടുക്കുന്ന ആയുധങ്ങൾ അയാൾ സ്വന്തം ജനതയ്ക്ക് നേരെ പ്രയോഗിക്കുകയോ ചെയ്താൽ അതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കയുടെ മേലാവും ഉണ്ടാവുക. തന്നെയുമല്ല, ഈ അമേരിക്കൻ ചെങ്ങാത്തത്തിലൂടെ സിറിയയുടെ സമ്പദ് വ്യവസ്ഥ തന്നെയാണ് ഈ ഷാരയുടെ പരിധിയിലേക്ക് വരുന്നത്. യുദ്ധം കാരണം തകർന്ന സിറിയയുടെ പുനർനിർമ്മാണത്തിനായി ഏകദേശം $400 ബില്യൺ ആവശ്യമാണ്. ഈ ഭീമമായ സാമ്പത്തിക സഹായം നൽകി സിറിയയുടെ മേൽ തന്ത്രപരമായ സ്വാധീനം നേടാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ അത് മിഡിൽ ഈസ്റ്റിലെ IS പോലെ വലിയൊരു തീവ്ര മുൻ മേധാവിയുടെ കയ്യിലേക്കാണ് ഈ പണം മുഴുവൻ എത്തുന്നത് എന്നോർക്കണം. അത് മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറാനും വളരെയധികം എളുപ്പമാണ്. ഇപ്പോൾ സിറിയയെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമുണ്ട്. ഷാരയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം അയാളെ സിറിയയുടെ വിമോചകനായിട്ടും വിദേശ ശക്തികളെ തുരത്തിയ വലിയൊരു നേതാവൊക്കെ ആയിട്ട് കാണുമ്പോൾ യുദ്ധക്കെടുതികൾ അനുഭവിച്ച വലിയൊരു വിഭാഗം വേറെയുണ്ട്. അവർ ഷാരയെ അധികാരത്തിന് വേണ്ടി കൂറുമാറിയ ഒരു ഒറ്റുകാരനായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇവരാരും ഇപ്പോൾ നിലവിൽ സിറിയയിൽ തീരെ സുരക്ഷിതമല്ല. ഇവരിൽ ഷാരയുടെ ഭരണത്തിനെതിരെ പ്രതിഷേധിക്കാൻ ധൈര്യപ്പെടുന്നവരെ ഈ പുതിയ അമേരിക്കൻ പിന്തുണ ഉപയോഗിച്ചുകൊണ്ട് അയാൾ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുകയാവും ഫലം. എന്നാൽ ഷാരയെ സ്വീകരിക്കുമ്പോഴും അമേരിക്ക ഭയക്കുന്നത് റഷ്യയും ചൈനയും ട്രംപ് നൽകുന്ന ഇതേ സഹായങ്ങൾ സിറിയയ്ക്ക് നൽകാൻ തയ്യാറായാൽ ആ വലിയ വാഗ്ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഷാര കൂറുമാറിയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. തന്നെയുമല്ല, തൻ്റെ കൈവശമുള്ള US ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് US താല്പര്യങ്ങൾക്കുമെതിരെ സിറിയ തിരിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക സ്വന്തം കൈകൊണ്ട് വളർത്തിയെടുത്ത ഒരു പുതിയ ശത്രുവായി ഷാര മാറുമെന്ന് മാത്രമല്ല, അത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സുരക്ഷിതത്വത്തെ തന്നെയാണ് ബാധിക്കുന്നത്. ഇനി അമേരിക്ക എത്രയൊക്കെ ശ്രമിച്ചാലും ഈ ഷാര എന്ന് പറഞ്ഞയാൾ ട്രംപിന്റെ കയ്യിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളായിട്ടാവും മാറുക. ട്രംപിന് ശേഷം വരുന്ന പ്രസിഡന്റിനോട് അയാൾക്ക് ഈ ട്രംപിനോട് തോന്നിയ അതേ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം ഇസ്രായേൽ കൈവശം വെച്ചിരിക്കുന്ന ഗോലാൻ കുന്നുകൾ സിറിയയുടെ പരമാധികാര പ്രദേശമാണ് എന്ന നിലപാടിൽ ഷാര ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇത് എല്ലാ അന്താരാഷ്ട്ര സമൂഹവും അംഗീകരിക്കണമെന്നും ഈ ഷാര പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ്. തന്നെയുമല്ല, ഇസ്രായേൽ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ ഗോലാൻ കുന്നുകൾ എന്ന് പറയുന്നത് ഈ സിറിയക്കാരനായ ഷാരയുടെ ജന്മനാട് കൂടിയാണ്. ഷാരയുടെ കുടുംബത്തിന് ഗോലാൻ കുന്നുകളിലെ ഒലിവ് തോട്ടങ്ങളുമായി ബന്ധവും ഉണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് തോട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. വലിയ സമ്പന്നരൊക്കെ ആയിരുന്നു കേട്ടോ അവർ. എന്നാൽ 1967 യുദ്ധത്തിൽ ഇസ്രായേൽ ഈ പ്രവേശം കൈവശപ്പെടുത്തിയപ്പോൾ ഷാരയുടെ പിതാവ് അവിടെ നിന്നും രക്ഷപ്പെട്ട ആളാണ്. ഈ തോട്ടങ്ങളും വീടും എല്ലാം ഉപേക്ഷിച്ചിട്ട് അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് ഗോലാൻ പ്രദേശങ്ങളുമായി ഷാരയ്ക്ക് വൈകാരികമായ ഒരു അടുപ്പം വളരെയുണ്ട്.
സിറിയ ശക്തമായി കഴിഞ്ഞാൽ ആ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാനാവും ഷാര ആദ്യം ശ്രമിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുവേണ്ടി മുഴുവൻ അറബ് രാഷ്ട്രങ്ങളുടെയും പിന്തുണയും അയാൾക്ക് കിട്ടുകയും ചെയ്യും. യുദ്ധം തകർത്ത സിറിയയുടെ ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് ഷാര തന്ത്രപരമായ ഒരു നിശബ്ദതയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് എക്കാലം ഇങ്ങനെ തുടരണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ തുടരില്ല എന്ന് പറയുന്നത് സിറിയ അബ്രഹാം ഉടമ്പടിയിൽ കൊണ്ടുവരാൻ വേണ്ടി ട്രംപ് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ഷാര അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയതാണ്. ഞങ്ങൾക്ക് ഈ അബ്രഹാം ഉടമ്പടിയിൽ നിന്നും ഒപ്പുവെച്ചുകൊണ്ട് ഇസ്രയേലുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കാനൊന്നും താല്പര്യമല്ല എന്നൊരു നിലപാടാണ് അന്ന് ഷാര സ്വീകരിച്ചത്. അതിനാൽ കാരണം പറഞ്ഞത് സിറിയയുടെ ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ കൈവശം വെച്ചിരിക്കുന്നു എന്നാണ്. അതിനർത്ഥം ട്രംപിനോട് കാണിക്കുന്ന സൗഹൃദം ഷാര ഇസ്രായേലിനോട് കാണിക്കില്ല എന്നുള്ളതാണ്. ശരിക്കും ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഇറാനെ തടയാൻ വേണ്ടിയും അതുപോലെ ഇസ്രായേലിൻ്റെ സുരക്ഷ നിലനിർത്താനും ഒക്കെ പുതിയ കൂട്ടുകെട്ടുകൾ ട്രംപ് ആരംഭിക്കുമ്പോൾ ഈ ഗെയിമിൽ ഇറാൻ ശരിക്കും വിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അമേരിക്ക ഈ കൊരുത്തുകൊണ്ട് വരുന്ന ഈ സൗഹൃദം പിന്നീട് അഴിഞ്ഞു പോകാനാവും സാധ്യത വളരെ ഉള്ളത്. അത് ഇറാനാവും നേട്ടം ഉണ്ടാക്കുക. എന്നാൽ ഇങ്ങനെ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ പൊളിയുന്നതോടുകൂടി അത് ഇസ്രായേലിൻ്റെ കഴുത്തിൽ കൂടുതൽ കുരുക്ക് മുറുകാനുള്ള ഒരു കാരണമാവുകയും കൂടി ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാവുന്നതാണ്.